പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായി നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. നമ്മൾക്ക് എത്രയധികം തിരക്കുണ്ടെങ്കിലും എത്രയധികം സമ്പത്തുണ്ടെങ്കിലും നമ്മളെല്ലാ സൗഭാഗ്യത്തിൽ നിൽക്കുകയാണെങ്കിലും നമ്മളെ എന്നും ശുദ്ധീകരിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള പ്രോസസ്സിൻ്റെ ഭാഗമാവാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ സമയവും നമുക്ക് ലഭിക്കാനുള്ളൊരു ഭാഗ്യം ദൈവികപരമായിട്ട് ഒരു പ്രകൃതിയുടെ ശക്തി കൊണ്ട് നമുക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇന്ന് നമുക്കറിയാം, ഭയങ്കരമായിട്ടുള്ള ഫേമസും ഒരുപാട് സമ്പത്തും എല്ലാം കൊണ്ടും തികഞ്ഞവരെന്ന് നമ്മൾ ചിന്തിക്കുന്ന, എല്ലാ തലത്തിലും വളരെ വലിയ രീതിയിലുള്ള വിജയങ്ങൾ നേടിയിട്ടുള്ള മോഹൻലാൽ സാറാണെങ്കിലും മമ്മൂട്ടി സാറാണെങ്കിലും യൂസഫ് അലി സാറാണെങ്കിലും ഇപ്പം നമ്മളുടെ ബോച്ചെ സാറാണെങ്കിലും എല്ലാവരും അവരെ ശക്തിപ്പെടുത്താനും അവരുടെ ജീവിതത്തിൽ മനസ്സിന് ഒരു കുളിർമയുണ്ടാവാനുമായിട്ട് ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി അവർ തന്നെ അറ്റൻഡ് ചെയ്ത് ആ എല്ലാ തിരക്കുകളെയും മാറ്റിവെച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമാവാൻ ശ്രമിക്കാറുണ്ട്. അതൊരു വലിയൊരു എക്സാമ്പിളാണ് എല്ലാവർക്കും. ഇത്രയധികം തിരക്കുണ്ടായിട്ടും ഇത്രയധികം കാര്യങ്ങൾ 24 hours ചെയ്യാനുണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് അവരെ ശക്തിപ്പെടുത്താനായിട്ട് അവർക്ക് തന്നെ ബോധ്യമുണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മളിൽ ഓരോരുത്തരും അതൊരു മാതൃകയായി കണ്ട് ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ദൈവികപരമായിട്ട് ചെയ്യുന്ന ഏത് മതത്തിലായാലും ഏത് ജാതിയിലാണെങ്കിലും ഏത് തരത്തിലുള്ള വിഭാഗത്തിലായാലും നമ്മളുടെ ജീവിതത്തിലെ ശക്തിപ്പെടുത്താൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഉണ്ടാകുമെന്നുമുള്ള ഒരു മെസ്സേജും ഇതിൻ്റെ ഒപ്പമുണ്ട്. ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ചാർജ് ഇല്ലാണ്ടാകുന്നു. അപ്പോൾ നമ്മൾ അലേർട്ടാണ്, ഫോണിൻ്റെ ചാർജ് കുറയാണ്, ഫോണിനെ വീണ്ടും ചാർജ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്, അതുകൊണ്ട് ചാർജർ കയ്യിൽ വെക്കണമെന്ന്. നമ്മൾ എന്ന് പറയുന്ന ഒരു ഡിവൈസ് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു. ഇങ്ങനെ എന്നും എല്ലാ പ്രശ്നങ്ങളിലൂടെയും എല്ലാവിധ കാര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മളിലെ ശക്തി അല്ലെങ്കിൽ നമ്മളുടെ ചാർജ് ഇല്ലാതാകുന്നൊരവസ്ഥയുണ്ട്. അപ്പം നമ്മളെ ചാർജ് ചെയ്തിരിക്കുന്ന സമയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. നമ്മളെ ശക്തിപ്പെടുത്താൻ, നമ്മൾ എന്ത് പ്രശ്നങ്ങൾ വന്നോട്ടെ അത് നേരിടാൻ വേണ്ടി എനിക്ക് അതിനുള്ള ശക്തിപ്പെടുത്താനുള്ള പൂജകളിലോ ഹോമങ്ങളിലോ അമ്പലങ്ങളിലോ പള്ളികളിലോ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു എനർജി നമ്മളിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ശക്തിപ്പെടുത്തുന്നതോടുകൂടി നമ്മളുടെ ഭാഗ്യം വർദ്ധിക്കുന്നതോടുകൂടി നമ്മൾ ചെയ്യുന്ന കർമ്മ മേഖലയിൽ കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാനും അതിൻ്റെ ഭാഗമായിട്ട് സാമ്പത്തിക അഭിവൃദ്ധിയും നല്ല റിലേഷൻഷിപ്പുകളും എല്ലാവിധ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്നതായിട്ടുള്ള അനുഭവത്തിൽ ഓരോരുത്തരും എത്തുക, അത് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഒരു ആശയമാണ് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു വിജയം, നല്ലൊരു ബുദ്ധി. എന്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമാവണം? നമ്മളെ തന്നെ ശക്തിപ്പെടുത്തിയാൽ നേരിടേണ്ട പ്രശ്നങ്ങളെ അതിശക്തമായിട്ട് നേരിടാൻ നമുക്ക് ശക്തി വേണം എന്ന കോമൺ സെൻസ് നമുക്കുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ എവിടെ നിന്നാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത് അവിടെ പോയി നേടിയെടുത്ത് ജീവിതത്തിലെ പ്രശ്നങ്ങളെ അതിശക്തമായി നേരിട്ട് വിജയം കൊയ്യുന്ന ഓരോരുത്തരുമായിട്ട് ഓരോ വ്യക്തിയും മാറാനായിട്ട് പൊയ്യാറമഠത്തിലെ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.